ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി യോഹന്നാൻ സുവിശേഷം 1:29 വായിക്കുന്നു. പിറ്റന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. യേശു തന്റെ അടുക്കിലേക്ക് വരുന്നത് കണ്ട സ്നാപക യോഹന്നാൻ പറഞ്ഞത്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്നാണ്. യേശു ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശാന്തമായ ജീവിയാണ് ആട്. സൗമ്യതയുടെയും വിധേയത്വത്തിന്റെയും പ്രതീകമാണ് ആട്. യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെടപ്പെട്ട ദൈവത്തിൽ സൗമ്യതയും താഴ്മയും ഉണ്ടായിരുന്നു. ഏറ്റവും എളിമയുള്ള മൃഗങ്ങളിലൊന്നായ ആടിന് സ്വയം സഹായിക്കുവാനുള്ള സംവിധാനം ഇല്ല. യേശു ക്രിസ്തു പാപികളായിരുന്ന മനുഷ്യർക്ക് വേണ്ടി തന്നെത്താൻ ഒഴിച്ച് ഒരു എളിയ കുഞ്ഞാടായി തീർന്നു. പിതാവായ ദൈവത്തിൽ നിരന്തരമായി ആശ്രയിച്ചിരുന്ന യേശു ഒരു കുഞ്ഞാടിനെ പോലെ സ്വയമായി രക്ഷിക്കുവാനുള്ള പദ്ധതി ഇല്ലാത്തവനായി തീർന്നു. രോമം കത്രിക്കപ്പെടുവാൻ അനുവദിച്ച കുഞ്ഞാടിനെ പോലെ എതിർപ്പ് പ്രകടിപ്പിക്കാതെ മാനുഷിക രീതിയിലുള്ള തന്റെ സകല സ്വാതന്ത്ര്യം ഉപേക്ഷിച്ച് ദൈവകുഞ്ഞാടായി തീർന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:7 കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെയിരിക്കുന്ന ആടിനെപ്പോലെയും അവൻ വായി തുറക്കാതെ ഇരുന്നു എന്ന് യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. തന്നെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചവരോട് വെറുപ്പോ നീരസമോ കയർപ്പോ ഒന്നും തന്നെ യേശുവിനില്ലായിരുന്നു. അവരോട് ക്ഷമിക്കുവാൻ പിതാവായ ദൈവത്തോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന നിലയിൽ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്നവനാണ് യേശു. അതായത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം മനുഷ്യന് പാപക്ഷമയും ദൈവത്തോട് നിരപ്പും ലഭിക്കുവാൻ സഹായവുമായി. പിതാവായ ദൈവം അയച്ച ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഏതു വ്യക്തിക്കും പാപക്ഷമയും വീണ്ടെടുപ്പും രക്ഷയും ലഭിക്കുന്നു. പ്രിയ സഹോദര സഹോദരി, താങ്കൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി ഇതുവരെയും സ്വീകരിച്ചില്ലെങ്കിൽ ഇന്ന് തീരുമാനമെടുക്കുവാനുള്ള സമയമാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് us all.